എ തൊട്ട് ഇസഡ് വരെയുള്ളതിന് ലെറ്റേഴ്സ് എന്നാണോ പറയുന്നത് അതോ ആൽഫബറ്റ് എന്നാണോ പറയുന്നത്? ആൽഫബറ്റിന് എസ് ഇല്ലല്ലോ, അപ്പൊ അത് ഒരെണ്ണമാണോ? അതോ ലെറ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാം ഉണ്ടായിട്ട് എ തൊട്ട് ഇസഡ് വരെ ലെറ്റേഴ്സ് ആണോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അത് ലെറ്ററാണ്, ഒരു ലെറ്ററാണ്. ഓക്കെ, ഇനി സെഡ് അത് ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ അതും ലെറ്ററാണ്. പക്ഷെ എ തൊട്ട് സെഡ് വരെയുള്ള 26 ലെറ്റേഴ്സും കൂടെ ചേരുന്നത് ഒരു ആൽഫബറ്റ് ആണ്. ആൽഫബറ്റ്സ് എന്ന് പറയത്തില്ല, ആൽഫബറ്റ് എന്നേ പറയത്തുള്ളൂ. ഇനി ഇംഗ്ലീഷിന്റെ, മലയാളത്തിന്റെ, ഹിന്ദിയുടെ എല്ലാത്തിന്റെ ഈ ABCD എല്ലാം കൂടെ ചേരുവാണ് എന്നുണ്ടെങ്കിൽ 3 ആൽഫബറ്റ്സ് ആയി, 3 ലാംഗ്വേജ് ഉണ്ടായോണ്ട്. അപ്പൊ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ലാംഗ്വേജിന്റെ ലെറ്റേഴ്സ് എടുക്കണം കേട്ടോ. അപ്പം ഒറ്റ ഒരെണ്ണം ABCD എ തൊട്ട് സെഡ് വരെ ഉള്ളതിന് ആൽഫബറ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. ഇനിയും AEIOUവിനെ നമ്മൾ വവൽസ് എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ AEIOU അല്ലാത്ത ബാക്കി ലെറ്റേഴ്സിനെ നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? അതറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ.